തലൈവർ 171 സിനിമയുടെ ടൈറ്റിൽ ടീസറിന്റെ ടൈറ്റിൽ ലുക്ക് ലീക്ക് ആയിരിക്കുകയാണ് ഗൈസ്, കിട്ടിയിട്ടുണ്ട്. അവസാനം വരെ കാണുക. ആക്ഷൻ ഹീറോ 2 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് നിവിൻ പോളി ചേട്ടൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ സൂര്യാണ്ണൻ്റെ സൂര്യ 44 എന്ന സിനിമയുടെ പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുടെ പുതിയ ലൊക്കേഷൻ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഫഹദ് അണ്ണൻ സിനിമയിൽ വരികയാണ് കർത്താവ്. അതുപോലെ തന്നെ നമ്മുടെ പുഷ്പ സിനിമേൻ്റെ കിടിലൻ റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ റൈറ്റ്സ് വിറ്റിരിക്കുന്നത്. പ്രേമലു സിനിമയുടെ സെക്കൻഡ് പാർട്ട് അങ്ങനെ ഭാവന സ്റ്റുഡിയോസ് അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ്. ലോകേഷ് അണ്ണൻ്റെ ഷോർട്ട് ഫിലിം LCUവിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. റിയൂണിയൻ എന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെ രാജുവേട്ടൻ അതുപോലെ തന്നെ മെഗാസ്റ്റാർ കോംബോയിൽ പുതിയൊരു സിനിമ വരഞ്ഞിരിക്കുകയാണ്. L360 തരുൺ മൂർത്തി സിനിമയിൽ നമ്മുടെ എവർഗ്രീൻ കോമ്പോസ് ആയ നമ്മുടെ ലാലേട്ടൻ ശോഭന ചേച്ചി ഒന്നിക്കുകയാണ്. ആദ്യ അപ്ഡേറ്റിലൂടെ തന്നെ പോകുക. അതിന് വിഷയം ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. നമ്മുടെ ആൻഡോ ജോസഫ് പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ മെഗാസ്റ്റാറിനും രാജുവേട്ടനും വേണ്ടി പുതിയൊരു സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ പോവുകയാണ്. പുതിയൊരു പുതുമുഖ ഡയറക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഡെബ്യൂട്ടായ ഒരു ഡയറക്ടർ ആയിരിക്കും ഈ ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഇതുവരെയുള്ള അറിവനുസരിച്ച് സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരു ത്രില്ലർ വിഭാഗം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമയുടെ അനൗൺസ്മെൻ്റ് ആണ് നമുക്ക് വരും മാസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പറയുന്നത്. എന്തായാലും നമുക്ക് പുതിയൊരു അനൗൺസ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ രാജുവേട്ടൻ മെഗാസ്റ്റാർ സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ദ ഗോട്ട് എന്ന സിനിമേൻ്റെ ആണ്. ദ ഗോട്ട് ലൈഫ് അല്ല, ദ ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. നമ്മുടെ വെങ്കട് പ്രഭു ഹീറോ സിനിമയാണിത്. നമ്മുടെ യുവാൻ ശങ്കറാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. സിനിമേൻ്റെ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. സിനിമേൻ്റെ ഇപ്പോഴത്തെ ഷൂട്ട് നടക്കുന്നത് റഷ്യയിലാണ്. അത് ഏറെക്കുറെ അവസാനിച്ച ഒരു മട്ടാണ്. അത്യാവശ്യം നല്ല ഷൂട്ടിംഗ് രംഗങ്ങൾ വെച്ചാൽ ഇൻറ്റൻസ് ആയ കുറച്ച് ആക്ഷൻ സീക്വൻസ് ആണ് അവിടെ വെച്ച് അവർ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വെങ്കട് പ്രഭുവിൻ്റെ അവസാനത്തെ ലാസ്റ്റ് ഷെഡ്യൂളായിരുന്നു റഷ്യയിൽ വെച്ച് ലാസ്റ്റ് നടന്നത്. സെപ്റ്റംബർ 5 റിലീസൊക്കെ നോക്കുന്നത് അവർ. അതുപോലെ തന്നെ വിജയകാന്തിൻ്റെ ഒരു കേമിയോ റോൾ ദ ഗോട്ട് എന്ന സിനിമയിൽ നടത്തുന്നു. AI ടെക്നോളജി ഉപയോഗിച്ച്. അദ്ദേഹം ലാസ്റ്റ് കുറച്ച് ഫ്യൂ മന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം നടന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഒരു AI ടെക്നോളജി ഉപയോഗിച്ച് വിജയകാന്തിനെ സിനിമയിൽ തിരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നതിന് വലിയൊരു സംഭവം തന്നെയാണ്. അതും വെങ്കട് പ്രഭു സിനിമയിൽ. എന്തായാലും തലപതി വിജയ് തന്നെ സിനിമയിൽ 3 ലുക്കിലാണ് വരണ്ടിരിക്കുന്നത്. എന്തായാലും കിടിലൻ അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ DAging എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടെക്നോളജി ഈ സിനിമയിൽ അടിപൊളിയായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സെപ്റ്റംബർ 5 കാണാം ആ ഒരു അപ്ഡേറ്റ് എങ്ങനെയാണ് വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സിനിമയിൽ അതെങ്ങനെയാണ് വർക്കൗട്ട് ആവാനിരിക്കുന്നതെന്ന്. അടുത്ത അപ്ഡേറ്റ് മണിരത്നം കമൽഹാസൻ സിനിമയാണ് തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ കറൻ്റ്ലി ഷൂട്ടിംഗ് നമ്മുടെ സിലംബരസിനെ വെച്ചിട്ടാണ് നടക്കുന്നത്. എന്തൊക്കെ പറയുകയാണെങ്കിലും അദ്ദേഹം നമ്മുടെ ദുൽഖർ സൽമാൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇതൊക്കെ മാറി മഴയുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ജയം രവി ദുൽഖർ സൽമാൻ സിനിമ ഡ്രോപ്പ് ചെയ്തു ഡേറ്റിലായിട്ട്, പക്ഷെ അവർ തന്നെ തിരിച്ചു വരുന്നു സിനിമയിൽ ജോയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഡബിൾ റോൾ തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ സിലംബരസൻ നമ്മുടെ തഗ് ലൈഫ് എന്ന സിനിമയിൽ ഡബിൾ റോൾ ചെയ്യുന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കമൽഹാസൻ അതുപോലെ തന്നെ തൃഷ എന്നിവരൊക്കെ നമ്മുടെ തമിഴ്നാട് ഇലക്ഷന് ശേഷമായിരിക്കും സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് അടുത്ത ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട്. ക്ലൈമാക്സ് ഒക്കെ നടക്കുന്നത് സൈബീരിയയിൽ വെച്ചിട്ടാണ്. ചെന്നൈ ഡൽഹി ഭാഗത്താണ് പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് എന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത വർഷമായ 2025 സിനിമ തിയേറ്റർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു അപ്ഡേറ്റ് അനുസരിച്ച് എന്തൊക്കെ പറയുകയാണെങ്കിൽ വലിയൊരു ക്യാൻവാസ് തന്നെയാണ് സിനിമേൻ്റെ ബഡ്ജറ്റൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് മണിരത്നത്തിൻ്റെ തഗ് ലൈഫ് എന്ന സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പ്രശാന്ത് നീലിൽ വരഞ്ഞിരിക്കുന്ന സിനിമയാണ് സലാർ എന്ന സിനിമേൻ്റെ സെക്കൻഡ് പാർട്ട്. സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് ആരംഭിക്കും നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം ഒന്നുമല്ല, ജൂൺ ജൂലൈ മാസം ആരംഭിക്കുക എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ. അതിനുശേഷം അദ്ദേഹം നമ്മുടെ ജൂനിയർ NTRന് വേണ്ടി NTR 30 വന്ന സിനിമ കംപ്ലീറ്റ് ചെയ്യും പാർട്ട് 1. അതിന് ആ 2 സിനിമകൾക്ക് ശേഷമായിരിക്കും KGF Chapter 3 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. ഇതിനൊക്കെ പുറമെ നമ്മുടെ അജിത് അണ്ണന് വേണ്ടി ഒരു സിനിമ എടുക്കുമെന്നും ഇദ്ദേഹം കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. AK64 അല്ലെങ്കിൽ AK65 എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ ആയിരിക്കും അദ്ദേഹം എടുക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും നമുക്ക് ഈ ഒരു വർഷം ഒന്നും പ്രതീക്ഷിക്കേണ്ട. അടുത്ത വർഷമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ L360 നമ്മുടെ തരുൺ മൂർത്തിൻ്റെ ഡയറക്ഷനിൽ വരഞ്ഞിരിക്കുന്ന സിനിമയാണ്. നമ്മുടെ ശോഭന ചേച്ചി അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനൊക്കെ ഒന്നിക്കുന്ന സിനിമ. എന്തായാലും ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ഏപ്രിൽ 22 അല്ലെങ്കിൽ നാളെയാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറിൻ്റെ റോളിലായിരിക്കും വരഞ്ഞിരിക്കുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ 80-90 ദിവസമായിരിക്കും സിനിമയുടെ ഷൂട്ടും നടക്കാനിരിക്കുന്നത്. എന്തായാലും ഒക്ടോബർ 10 വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിക്കൽ റിലീസൊക്കെയാണ് അവർ നോക്കുന്നത്. എന്തായാലും സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കാം. സിനിമയ്ക്ക് ഇപ്പോഴും അൺടൈറ്റിൽ ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല.
അടുത്ത അപ്ഡേറ്റ് റയാൻ എന്ന സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. ധനുഷിൻ്റെ വരനിരിക്കുന്ന സിനിമയാണ് റയാൻ എന്ന സിനിമ. റിപ്പോർട്ടുകൾ അനുസരിച്ച് റയാൻ എന്ന സിനിമേൻ്റെ ഫസ്റ്റ് സിംഗിൾ മെയ് മാസം 2ാം വാരം വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ധനുഷ് തന്നെയാണ് സിനിമയിലെ ഗാനം പാടിയിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ജൂൺ ജൂലൈ ആയിട്ടാണ് തിയേറ്ററിൽ റിലീസും അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രഭുദേവാണ് ഈ ഒരു സോങ്ങിന് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു കാര്യം തന്നെയാണ് 500 ഡാൻസേഴ്സ് ആണ് സിനിമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് പ്രഭുദേവിൻ്റെ ഈ ഒരു കൊറിയോഗ്രാഫിയിൽ. എന്തായാലും ധനുഷ് അണ്ണൻ്റെ ഒരു റൗഡി ബേബി കോംബോ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. റഹ്മാൻ ആണ് സിനിമ ഗാനങ്ങൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റൗഡി ബേബി ഫീൽ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ. എന്തായാലും റയാൻ എന്ന സിനിമയുടെ ഫസ്റ്റ് സിംഗിളിനായിട്ട് കാത്തിരിക്കാം. ജൂൺ ജൂലൈ ആണ് സിനിമ തിയേറ്റർ റിലീസും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അഡ്വാനി ആയിരിക്കും ടോക്സിക് എന്ന നമ്മുടെ യാഷ് അണ്ണൻ്റെ പുതിയ സിനിമയിൽ നായികയായിട്ട് വരഞ്ഞിരിക്കുന്ന ബോളിവുഡ് ആക്ട്രസും കൂടിയാണ് അഡ്വാനി എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ 2025 തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശ്രുതി ഹാസനൊക്കെയാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. എന്തായാലും സിനിമയുടെ ടൈറ്റിൽ ടീച്ചറൊക്കെ കഴിഞ്ഞ വർഷം എങ്ങാണ്ടായിരുന്നു പുറത്തിറങ്ങിയത്. എന്തായാലും നല്ലൊരു ടൈറ്റിൽ ടീച്ചർ തന്നെയായിരുന്നു. എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സായിട്ട് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജൂനിയർ NTRൻ്റെ ജയവര എന്ന് പറഞ്ഞ സിനിമ 400 കോടിയാണ് ബിസിനസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. റിലീസിന് മുമ്പ് തന്നെയായിട്ട് വലിയൊരു സംഭവം തന്നെയാണ്. പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് സിനിമ തിയേറ്റർ റിലീസ് വരണിരിക്കുന്നത്. നമ്മുടെ അനിരുദ്ധൊക്കെയാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. ഗാനങ്ങളുടെ റൈറ്റ്സ് മാത്രമാണ് സീരീസിൽ 33 കോടിക്ക് വിറ്റ് പോയിരിക്കുന്നത്. ഡിജിറ്റൽ റൈറ്റ്സ് നമ്മൾ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചത് 155 കോടിക്ക്. തെലുങ്കു സ്റ്റേറ്റ്സ് നിന്ന് ഓൾമോസ്റ്റ് 130 കോടീൻ്റെ മുകളിലാണ് റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ്റെ പുറത്തേക്കുള്ള റൈറ്റ്സ് ഒക്കെ മേടിച്ച് പോയിരിക്കുന്നത് 27 കോടിയുടെ മുകളിലോട്ടാണ്. അതുപോലെ തന്നെ നോർത്ത് കേരള, കർണാടക, അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നൊക്കെ റൈറ്റ്സ് പോയിരിക്കുന്നത് ഓൾമോസ്റ്റ് 50-60 കോടീൻ്റെ അടുത്താണ്. എന്തായാലും ബിസിനസ് കളക്ഷൻ മാത്രമാണ് ആ ഒരു സിനിമ 400 കോടിയാണ് നേടിയിരിക്കുന്നത്. വിടാമുയർച്ച എന്ന സിനിമേൻ്റെ അവസാനത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ നടക്കുന്നത്. സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഗ്ലിംസൊക്കെ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അജിത് അണ്ണൻ്റെ ഡൂപ്പൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി കാറ് മറിഞ്ഞു വീഴുന്ന ഒരു സീന് അദ്ദേഹം നല്ലൊരു ഡെഡിക്കേഷൻ ലെവലിൽ തന്നെയാണ് കാണാൻ സാധിക്കും, ഡൂപ്പൊന്നും ഇല്ലാതെ. എന്തായാലും അവസാനത്തെ ഷെഡ്യൂൾ ഏപ്രിൽ 25 നടക്കാനിരിക്കുന്നത്. സിനിമേൻ്റെ അവസാനത്തെ ഷെഡ്യൂൾ നമ്മുടെ അജിത് അണ്ണൻ അതുപോലെ തന്നെ തൃഷ എന്നിവരൊക്കെ ജോയിൻ ചെയ്യുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മെയ് മാസത്തോടെ സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ടും അവസാനിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ജൂൺ മാസമാണ് ഗുഡ് ബാഡ് അഗ്ലീൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവസാനിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ ടീസർ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തിറങ്ങി. സത്യം പറയാലോ, നമ്മുടെ രാജുവേട്ടൻ എന്താ കാണിച്ചിരിക്കുന്നത്, വളിപ്പിച്ചിരിക്കണൊക്കെ അഭിനയിച്ച് രസമുണ്ട് സംഭവം. ഓഡിയൻസിന് അത് നല്ല വർക്കൗട്ട് ആകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. മെയ് മാസം 16 സിനിമ തിയേറ്റർ റിലീസ് വരാനിരിക്കുന്നത്. റിലീസ് ഡേറ്റ് ഇന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് പുതിയൊരു മോഷൻ പോസ്റ്റർ വീഡിയോയിൽ. എന്നാൽ വിപിൻ ദാസേട്ടൻ്റെ വരഞ്ഞിരിക്കുന്ന പുതിയൊരു ഫാമിലി എൻ്റർടൈനർ സിനിമ തന്നെ ആയിരിക്കണം നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ. എന്നാൽ രാജുവേട്ടൻ ബേസിൽ ജോസ് കോംബോ എങ്ങനെ ഉണ്ടാവുമെന്ന് കാത്തിരിക്കാം. അടുത്ത ചിയാൻ വിക്രമിൻ്റെ 62ാം സിനിമ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് അങ്ങനെ നടന്നിരിക്കുകയാണ്. വീരധീര സൂര്യൻ എന്നാണ് ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ടൈറ്റിൽ ടീസറിലൂടെ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെയാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സിദ്ദിഖ് അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട്, ചിയാൻ വിക്രം, SJ സൂര്യ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽ വരുന്നത്. GV പ്രകാശാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കുന്നത്. ഗാൻസർ ഡ്രാമ ആക്ഷൻ വിഭാഗത്തിലാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ ആദ്യ ഷെഡ്യൂളൊക്കെ മധുരയിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. കറൻലി മധുരയിൽ വെച്ചിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ സിനിമ ഒരു പ്രീക്വൽ രീതിയിലായിരിക്കും സിനിമ ഫസ്റ്റ് പാർട്ട് വരാനിരിക്കുന്നത്. എന്തായാലും സെക്കൻഡ് പാർട്ടിൻ്റെ ഷൂട്ടിംഗ് തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ നടക്കുന്നത്. കാരണം സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വർഷം അവർ തിയേറ്റർ റിലീസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് നോക്കുന്നത്. എന്തായാലും നമുക്ക് ചിയാൻ വിക്രമിൻ്റെ 62ാം സിനിമയിൽ കൂടുതൽ അപ്ഡേറ്റ്സ് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ തലൈവർ 171 സിനിമേൻ്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റ് ആണ്. സിനിമ ടൈറ്റിൽ ലീക്ക് ആയിരിക്കുകയാണ്. തങ്കം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്, ഗോൾഡ്. എന്തായാലും ലോകേഷ് അണ്ണൻ്റെ സിനിമയിൽ നമ്മുടെ ശ്രുതി ഹാസനൊക്കെ സിനിമയിൽ നമ്മുടെ രജനികാന്തിൻ്റെ മോളായിട്ട് വരുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബോളിവുഡ് ആക്ടറും സിനിമയിൽ ജോയിൻ ചെയ്യുമെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെലുങ്കു ആക്ടറായ നമ്മുടെ നാഗാർജുന സിനിമയിൽ രജനികാന്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ കമലഹാസൻ്റെ മോളായ നമ്മുടെ ശ്രുതി ഹാസൻ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ വൈകുന്നേരത്തോടാണ് ആ സിനിമേൻ്റെ ടൈറ്റിൽ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അതിലെല്ലാം വ്യക്തമാവും ഇതിലെന്തൊക്കെ ഉണ്ടാവും. എന്തായാലും സിനിമേൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ തന്നില്ലെങ്കിലും ചെറിയൊരു ഗ്ലിംസിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കാത്തിരിക്കാം. എന്തായാലും ഇതേ ടൈറ്റിൽ തന്നെയാണ് കാത്തിരിക്കാം, തങ്കം എന്നാണോ എന്ന്.
അടുത്ത അപ്ഡേറ്റ് സണ്ണി വെയിൻ, ലൂക്ക് മെൻ, വിനയ് ഫോർട്ട് എന്നിവരെ കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്ന പുതിയൊരു മലയാളത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എടുത്ത് പറയണം. പേര് മാനി എന്നാണ് ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫിറോസ് ആണ് സിനിമ ഡയറക്ഷൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് മാത്രം ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ തിരക്കഥയും നമ്മുടെ മജു ആണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒരു കാത്തിരിക്കും. ഈ ഒരു വർഷം തന്നെയാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഹാപ്പി റാം നവാമി സ്പെഷ്യലായിട്ട് ജയ് ഹനുമാൻ എന്ന സിനിമേൻ്റെ ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. ജയ് ഹനുമാൻ എന്ന സിനിമ നമ്മുടെ ഹനുമാൻ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. അടുത്ത വർഷമാണ് റിലീസിനിരിക്കുന്നത്. ഒരു പ്രശാന്ത് വർമ്മ യൂണിവേഴ്സിന് വരാനിരിക്കുന്ന അടുത്ത സിനിമയും കൂടിയാണിത്. ഒരു സൂപ്പർ ഹീറോ സിനിമ. സിനിമയുടെ ഫസ്റ്റ് പാർട്ട് നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അതിൻ്റെ റിവ്യൂ കാണാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആ സിനിമയുടെ റിവ്യൂ കണ്ട് നിങ്ങൾക്ക് സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സിനിമ കണ്ടു നോക്കുക. രത്നം UA/A സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ഈ ഒരു രത്നം എന്ന തമിഴ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 26 തിയേറ്റർ റിലീസ് വരുന്നിരിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ ഹരിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റോക്ക് സ്റ്റാർ DSP ആണ് ഗാനങ്ങൾ തയ്യാറാക്കിയിരുന്നത്. പുഷ്പ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആൻഡ് മ്യൂസിക് കമ്പോസർ വിശാൽ, പ്രിയ, ഭവാനി ശങ്കർ, നമ്മുടെ യോഗി ബാബു, അതുപോലെ തന്നെ GVM എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളിൽ അഭിനയിക്കുന്നത്. അങ്ങനെ പ്രേമവിൽ എന്ന സിനിമേൻ്റെ വലിയൊരു സക്സസ് സെലിബ്രേഷന് ശേഷം പ്രേമവിൽ എന്ന സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് അനൗൺസ്മെൻറ്റ് അങ്ങനെ നടന്നിരിക്കുകയാണ്. അടുത്ത വർഷമായിരിക്കും റിലീസ് ചെയ്യാനിരിക്കുന്നത്. ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു ഈ ഒരു വർഷം ഇറങ്ങിയ പ്രേമവിൽ എന്ന സിനിമയുടെ ഫസ്റ്റ് പാർട്ട്. ഓൾമോസ്റ്റ് 135 മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ കാണാൻ സാധിക്കും. 135 കോടിന് മുകളിൽ. സിനിമ ഒരേ സമയത്ത് തമിഴ്, മലയാളം, തെലുങ്ക് ഭാഷകളിലായിരിക്കും അടുത്ത വർഷം തിയേറ്റർ റിലീസിന് വരുമ്പോൾ ഡബ് ചെയ്ത് തിയേറ്റർ റിലീസിന് വരിക. ഇപ്പോൾ ഡിസ്നിയിൽ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അത്യാവശ്യം വലിയൊരു പ്ലോട്ട് തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സിനിമ സെക്കൻഡ് പാർട്ട് എങ്ങനെയായിരിക്കും വരാനിരിക്കുന്നത് എന്ന്. എന്തായാലും ഒരു ആനിമേഷൻ വീഡിയോ കണ്ടു നോക്കുക കാണാൻ പറ്റുന്നവരാണെങ്കിൽ. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുക ആ സിനിമയുടെ പ്ലോട്ട് എങ്ങനെയുണ്ടെന്ന്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ലോകേഷ് അണ്ണൻ്റെ പുതിയ ഷോർട്ട് ഫിലിമാണ്. നമ്മുടെ ലോകേഷ് അണ്ണൻ്റെ ഈ ഒരു LCക്ക് തുടക്കം വയ്ക്കുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കാണ് ഇപ്പോൾ ഷോർട്ട് ഫിലിമിന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ 10 മിനിറ്റാണ് ഈ ഷോർട്ട് ഫിലിം ഉള്ളത്. നമ്മുടെ നരൻ, കാളിദാസ്, ജയറാം, അർജുൻദാസ് എന്നിവരൊക്കെയാണ് ഈ ഷോർട്ട് ഫിലിമിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അടുത്ത 2 മാസത്തിനുള്ളിൽ ഈ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ പറയുന്നത്. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ചെയ്യാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. ഹോം പേജിൽ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ, ഈ 10 മിനിറ്റ്സിൻ്റെ. എന്തായാലും ഈ ഷോർട്ട് ഫിലിമിനായിട്ട് കാത്തിരിക്കാൻ നമുക്ക് ചെയ്യാം. ഇന്ന് നമ്മുടെ രജനികാന്തിൻ്റെ തലൈവർ 171 എന്ന സിനിമേൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റിന് ശേഷമായിരിക്കും ഇനി ഈ ഒരു സിനിമയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഭാഗത്തിൽ അപ്ഡേറ്റ് വരിക. കാത്തിരിക്കേണ്ടി ചെയ്യാം. നമ്മുടെ തലപതി അണ്ണൻ്റെ 69ാം സിനിമ നമ്മുടെ DVV എൻ്റർടൈൻമെൻറ്റ്സ് എന്നായിരുന്നു ഇതുവരെ അപ്ഡേറ്റ് അനുസരിച്ച് കൺഫേം ആയത്. പക്ഷേ ഇപ്പോൾ ഒരു തിരുത്ത് വന്നിട്ടുണ്ട്. DVV എൻ്റർടൈൻമെൻറ്റ്സ് അല്ല ഈ സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത്. ചോദ്യചിഹ്നമായിരിക്കുകയാണ് പ്രൊഡക്ഷൻ കമ്പനി. സമന്ത സ്റ്റുഡിയോസ്, AGS പ്രൊഡക്ഷൻ കമ്പനി, അതുപോലെ തന്നെ XP ഫിലിം ക്രിയേറ്റേഴ്സ്, സൺ പിക്ചേഴ്സ്, ഇതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും ഈ സിനിമ എടുക്കാൻ പോകുന്നത്. HV വിനോദ് തന്നെയായിരിക്കും സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അത് കൺഫേം ആയ കാര്യം തന്നെയാണ്. പക്ഷേ പ്രൊഡക്ഷൻ കമ്പനി ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. കാത്തിരിക്കുക ചെയ്യാം കൺഫർമേഷനായിട്ട്. പുഷ്പ 7 സെക്കൻഡ് പാർട്ട് റെക്കോർഡ് തുകയ്ക്കാണ് നമ്മുടെ നോർത്ത് ഇന്ത്യക്ക് റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത്. 275 കോടിക്കാണ് നോർത്ത് ഇന്ത്യൻ റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത്. പുഷ്പ അണ്ണൻ്റെ സെക്കൻഡ് പാർട്ട് ദ റൂള് വലിയൊരു തുകയ്ക്കാണ് വിറ്റ് പോയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റ് പോയ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ജവാനും ഡുൻകിയായിരുന്നു. ഓൾമോസ്റ്റ് 150 കോടിക്കായിരുന്നു നോർത്ത് ഇന്ത്യയിൽ ഈ സിനിമയുടെ റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത്. പുഷ്പാണൻ്റെ ഈ സിനിമേൻ്റെ റൈറ്റ്സ് AA ഫിലിംസ് ആണ് മേടിച്ചിരിക്കുന്നത്. 275 കോടിക്ക് നോർത്ത് ഇന്ത്യൻ റൈറ്റ്സ്. നമ്മുടെ സന്ദീപ് റെഡ്ഡി നമ്മുടെ ആനിമൽ എന്ന രൺബീർ കപൂർ സിനിമയ്ക്ക് ശേഷം എടുക്കാൻ പോകുന്ന സിനിമയാണ് നമ്മുടെ പ്രഭാസനായിട്ടുള്ള സ്പിരിറ്റ് എന്ന സിനിമ. അതിനുശേഷമായിരിക്കും 2026 ശേഷമായിരിക്കും ആനിമൽ പാർക്ക് എന്ന സിനിമയുടെ ഷൂട്ട് തന്നെ തുടങ്ങാൻ പോകുന്നത്. അതിനുശേഷം അല്ലു അർജുന് വേണ്ടി ഒരു പ്രൊജക്റ്റ് അങ്ങേര് നോക്കി വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് സന്ദീപ് റെഡ്ഡി. എന്തായാലും നമുക്ക് ആനിമൽ പാർക്ക് എന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം 2026 വരെ സിനിമ ഷൂട്ടിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് പ്രൊഡക്ഷൻ നമ്പർ 15. ഈ വർഷം ഓണത്തിന് നമ്മുടെ ഓമർ ലുലുവിൻ്റെ ഭാഗമായിട്ട് ഒരു ഫാമിലി സിനിമ തിയേറ്റർ റിലീസിന് വരുന്നുണ്ട്. ഒരു ഫാമിലി എൻ്റർടൈനർ സിനിമ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും ഈ വർഷത്തെ ഓണത്തിന്. സിനിമയുടെ പൂജയൊക്കെ ഇന്നലെയായിരുന്നു ആരംഭിച്ചത്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റർ കാണാൻ സാധിക്കും. പൂജ ഇൻവിറ്റേഷൻ ഏപ്രിൽ മാസം 21 രാവിലെ 8:30 ആയിരുന്നു സിനിമേൻ്റെ അശുഭമുഹൂർത്തത്തിൽ സിനിമേൻ്റെ ഇൻവിറ്റേഷൻ പൂജ നടന്നത്. എന്തൊക്കെ പറയുകയാണെങ്കിലും ഈ വർഷം ഓണത്തിന് നമുക്ക് പ്രൊഡക്ഷൻ നമ്പർ 15 നമ്മുടെ ഓമർ ലുലു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. AR മുരുകദോസിൻ്റെ സിനിമയിൽ നായികയായിട്ട് ഒരു കാസ്റ്റിംഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ തെലുങ്കുവിലെ തന്നെ നായികയായ അഡ്വാനി ആയിരിക്കും സിനിമയിൽ നമ്മുടെ സൽമാൻ ഖാൻ്റെ നായികയായിട്ട് വരണിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ സൽമാൻ ഖാൻ ഈ ഒരു സിനിമയിൽ 2 വേഷത്തിൽ വരുമെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത വർഷം ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ മാസമായിട്ടായിരിക്കും സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും AR മുരുകദോസിൽ വരുന്നിരിക്കുന്ന സിക്കന്ദർ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കാം.
നമ്മുടെ നിവിൻ പോളി ചേട്ടൻ്റെ എക്കാലത്തെയും മികച്ച ഒരു പോലീസ് വേഷത്തിൽ വന്ന സിനിമയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമ. അത്യാവശ്യം ചിരിക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഇൻറ്റൻസ് ഉള്ളൊരു സിനിമ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമ. സിനിമ സെക്കൻഡ് പാർട്ടിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ നടക്കുന്നത്. എന്തായാലും ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് സൂര്യ 44 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ കാർത്തിക് സുബ്രാജ് ആണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ മാസമാണ് സിനിമേൻ്റെ ഫസ്റ്റ് ഷൂട്ടിംഗ് തന്നെ നടക്കാൻ പോകുന്നത് ഷെഡ്യൂളായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സൂര്യയാണ് കൺകു എന്ന സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമേൻ്റെ 50% ഡബ്ബിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമ ഓൾമോസ്റ്റ് കൂടുതൽ ലാംഗ്വേജിലായിരിക്കും സിനിമ കൺകു എന്ന സിനിമ തിയേറ്റർ റിലീസിന് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വർഷം തന്നെയായിരിക്കും സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. പക്ഷേ റിലീസ് ഡേറ്റ് കഴിഞ്ഞ് വന്ന പോസ്റ്ററിലൊന്നും കൺഫേം ചെയ്തിട്ടില്ല. എന്തെല്ലാം റിലീസ് ഡേറ്റ് ഈ വർഷമാകുമെന്നും കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ രജനീകാന്തിൻ്റെ വരാനിരിക്കുന്ന സിനിമയാണ് വേട്ടയാൻ എന്ന് പറഞ്ഞ സിനിമ. ഒക്ടോബർ മാസമാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വർഷം തന്നെ. ഡേറ്റ് മാത്രം കൺഫേം ചെയ്തിട്ടില്ല. ഒക്ടോബർ മാസം മാത്രമാണ് കൺഫേം ചെയ്തത് പുതിയ പോസ്റ്ററിലൂടെ. റാണ ദഗപതി ആയിരിക്കും സിനിമയിൽ വില്ലനായിട്ട് വരാനിരിക്കുന്നത്. നമ്മുടെ വേട്ടയാൻ സിനിമയിൽ നമ്മുടെ ബാഹുബലി സിനിമയിലെ വില്ലന്. സിനിമയുടെ സ്റ്റോറിയൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ശരിക്കും നടന്ന ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ നടക്കുന്ന കുറച്ച് ക്രൈംസ് ഒക്കെ പ്രിവീൽ ചെയ്യുന്ന രീതിയിലാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു വേട്ടയാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കാം. ഇന്ത്യൻ 2 എന്ന സിനിമ സീറോ ടോളറൻസ്. നമ്മുടെ ശങ്കറിന് വരാനിരിക്കുന്ന സിനിമയാണ് ഇന്ത്യൻ 2 എന്ന സിനിമ സീറോ ടോളറൻസ്. നമ്മുടെ സിദ്ധാർത്ഥ് ചേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ കമൽഹാസൻ്റെ ഇന്ത്യൻ 2 എന്ന സിനിമേൻ്റെ. എന്തായാലും നല്ലൊരു പോസ്റ്റർ തന്നെയാണ്. നല്ല എക്സൈറ്റ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ്റെ ഈ ഒരു ക്യാരക്ടറിൽ. അടുത്ത ലാലേട്ടൻ്റെ ഒരു കംബാക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഒരു സിനിമ തന്നെയായിരിക്കും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ, ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട്. കറൻ്റ്ലി സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെന്നൈയിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ട്രിവാൻഡ്രത്തിൽ വെച്ചിട്ടായിരിക്കും. നമ്മുടെ രാജുവേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ, ടൊവിനോ തോമസ് എന്നിവരൊക്കെ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഫഹദ് അണ്ണനും സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കഥാപാത്രമായിട്ട് സിനിമയിൽ വരുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒഫീഷ്യലായ ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഒന്നും കാണിച്ചിട്ടില്ല സിനിമയുടെ ഭാഗത്ത് നിന്ന്. എന്തായാലും അതൊരു ട്വിസ്റ്റ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതുവരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച്. ദുൽഖർ സൽമാൻ അടുത്ത് വരണിരിക്കുന്ന സിനിമ നിസാം ബഷീർ ആയിട്ടാണെന്ന് കേൾക്കാൻ സാധിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ഈ വരുന്ന ബക്രീദിന് സ്പെഷ്യലായിട്ട് കാണാൻ സാധിക്കും. പുതിയൊരു പോസ്റ്ററിലൂടെ ദുൽഖർ സൽമാൻ്റെ നിസാം ബഷീർ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക്. പ്രഭാസ് അണ്ണൻ്റെ പാൻ ഇന്ത്യൻ സിനിമയാണ് കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമ. അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഇന്ന് നമ്മുടെ സ്റ്റാർ സ്പോർട്സ് ലൈവിൽ ടെലിവിഷൻ പ്രീമിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. IPL നടക്കുന്ന സമയത്ത് കമൽഹാസനൊക്കെയാണ് സിനിമയിൽ വില്ലനായിട്ട് വരുന്നത്. എന്തായാലും ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈവൻ പേര് വരെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദ്രൗണി എന്നെങ്ങാണ്ടാണ് പേര് കൊടുത്തിരിക്കുന്നത് സിനിമയിൽ അമിതാഭ് ബച്ചനായിട്ട്. എന്തൊക്കെ പറയുകയാണെങ്കിലും ജൂൺ മാസമായിരിക്കും തിയേറ്റർ റിലീസ് വരിക. മെയ് മാസം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ്റെ ഭാഗമായിട്ട്. എന്തായാലും നമുക്ക് ജൂൺ മാസം പ്രതീക്ഷിക്കാം 27 ആയിട്ട് നമുക്ക് സിനിമൻ്റെ റിലീസ്. ഗുഡ് ബാഡ് അഗ്ലി നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിലെ ഡയറക്ടറാണ് നമ്മുടെ മാർക്ക് ആൻ്റണിയിലെ ഡയറക്ടർ. അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ചെയ്ത സിനിമയും കൂടിയാണ് മാർക്ക് ആൻ്റണി എന്ന് പറഞ്ഞ സിനിമ. അദ്ദേഹം നമ്മുടെ അജിത്തിനായിട്ട് പുതിയ സിനിമ എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഗുഡ് ബാഡ് അഗ്ലി എന്നാണ് സിനിമയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ബേബി ഡിയോലായിരിക്കും ഈ ഒരു സിനിമയിൽ വില്ലനായിട്ട് അജിത് അണ്ണൻ്റെ കൂടെ വരാനിരിക്കുന്നത്. കൺഗുവ സിനിമയിലെ വില്ലൻ അല്ലെങ്കിൽ നമ്മുടെ ആനുവൽ എന്ന സിനിമയിലെ വില്ലൻ നമ്മുടെ അൻബീർ കപൂർ അഭിനയിച്ച വില്ലനായിട്ട്. ശ്രീലീല സിനിമയിൽ നായികയായിട്ട് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തെലുങ്കു നടിയായ ശ്രീലീലേൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയും കൂടി ആയിരിക്കും ഈ സിനിമയിലൂടെ നടക്കാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് കുബേർ എന്ന സിനിമേൻ്റെ അപ്ഡേറ്റ് ആണ്. കുബേർ എന്ന സിനിമ നമ്മുടെ ധനുഷ് അണ്ണൻ, രശ്മിക മന്ദാന എന്നിവരൊക്കെ അഭിനയിക്കുന്ന പുതിയൊരു തമിഴ് സിനിമയാണ്. ഈ വർഷമാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സിനിമ ടീസറൊക്കെ അടുത്ത മാസം നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മാസത്തോടെ തന്നെ സിനിമേൻ്റെ ഷൂട്ടിന് ബാക്കിയുള്ളത് 10 ദിവസത്തെ മുംബൈയിൽ വെച്ചിട്ടുള്ളതാണ്. നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 22 മുതൽ സിനിമയിലെ മുംബൈയിലെ കുറച്ച് ഷൂട്ടിങ്. നമ്മുടെ രശ്മിക മന്ദാന, ധനുഷ് എന്നിവരൊക്കെ ചേർന്നിട്ടുള്ള കുറച്ച് ഷൂട്ടിംഗ് രംഗങ്ങളാണ് ഇനി ബാക്കിയുള്ളത് മുംബൈയിൽ വെച്ചിട്ട്. അടുത്ത അപ്ഡേറ്റ് കാർത്തിൻ്റെ സർദാർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ ഈ വർഷമായ ജൂലൈ മാസം ജൂണൊക്കെ ആയിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. സിനിമയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ സ്റ്റോറി റിവീൽ ആയിട്ടുണ്ട്. ഡ്രഗിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടാണ് സിനിമ സെക്കൻഡ് പാർട്ട് വരാനിരിക്കുന്നത്. നമ്മുടെ LC പോലത്തെ ഒരു കോൺസെപ്റ്റാണ് ഇവർ നോക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ഡ്രഗ് ട്രാഫിക്കിനെ കുറിച്ചൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോറി ലൈൻ നോക്കിയിട്ട്. നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം ചിലപ്പോൾ ഈ ഒരു സിനിമ ലക്ഷ്യം വെച്ച് പോകുന്നത്. സിനിമയുടെ ഫസ്റ്റ് പാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വാട്ടർ ബോട്ടിൽ, വാട്ടറിനെ കുറിച്ചൊക്കെ വലിയൊരു സ്റ്റോറി ആയിരുന്നു അവർ ബിൽഡ് ചെയ്ത് പോയത്. എന്തായാലും സെക്കൻഡ് പാർട്ട് ഡ്രഗിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരാനിരിക്കുന്നത്. എന്നാലും നമുക്ക് കാർത്തിൻ്റെ അടുത്ത കയ്യിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും സർദാർ എന്ന സെക്കൻഡ് പാർട്ട് സിനിമയിലൂടെ. ജൂൺ ആയിട്ട് ആരംഭിക്കും സിനിമയുടെ ഷൂട്ട്. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ.